ഒരുപാട് കാലമായി കൊച്ചി ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നേ. എന്താ പിന്നെ ആഗ്രഹങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട, കൊച്ചിക്ക് പോയേക്കാം. ദേ എല്ലാവരും കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം ചെന്നത് ഹിൽ പാലസിലേക്കാണേ. ദേ ആ കാണുന്നതാണ് ഹിൽ പാലസ് കേട്ടോ. ഓടി അങ്ങ് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേ അവർ ഞങ്ങളോട് പറയുകയാണ് ഫോട്ടോസ് എടുക്കാം, ഇതിൻ്റെ അകത്ത് വീഡിയോ ഒന്നും അകത്തോട്ട് എടുക്കാൻ പറ്റുന്നില്ലെന്ന്. വേണ്ട, നമുക്ക് പുറത്തെടുത്തേക്കാം വീഡിയോ. ഒരു 2 മണിക്കൂർ എടുത്ത് കേട്ടോ ഞങ്ങൾ ഹിൽ പാലസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനുമേ. അന്നേരത്തേക്കും നമുക്ക് വിശന്നു. ഓടിച്ചെന്ന് ഞങ്ങൾ വെള്ളക്കാന്താരി എന്ന് പറഞ്ഞ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് കയറി കേട്ടോ. ഭയങ്കര ഫേമസ് അവിടെ. വളരെ റീസണബിൾ പ്രൈസിൽ നല്ല അടിപൊളി ഫിഷ് ഐറ്റംസ് കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ. എല്ലാം കിട്ടും, ഫിഷും കിട്ടും, ഡക്ക് കിട്ടും, അങ്ങനെ ഒരുവിധം ഐറ്റംസ് എല്ലാം നമുക്കവിടെ കിട്ടും. നല്ല ചേച്ചിമാർ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഫുഡാണ്. ഭയങ്കര റീസണബിൾ പ്രൈസാണ്, അടിപൊളി ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഈ ഇരിക്കുന്ന ഏത് മീൻ വേണേലും അവരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് പൊരിച്ചു തരും. വളരെ റീസണബിളായിട്ടുള്ള പ്രൈസേ ഉള്ളൂ. അത് കഴിഞ്ഞ് നല്ല നല്ല വാഴയിലയിലാണ് കേട്ടോ അവർ ഊണ് വിളമ്പി തരുന്നത്. നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജങ്കാറിലേക്ക് കയറി വിത്ത് വണ്ടി. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ജങ്കാറിൽ കയറുന്നത്. ജങ്കാറിൽ കയറി കുറച്ച് നല്ല കാഴ്ചകളാണ്. അതേ ഓപ്പോസിറ്റ് ഒരു ജങ്കാർ വരുന്നത് കണ്ടോ. ജങ്കാറിലിരുന്നുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ മനോഹരമാണ് കേട്ടോ. ഓപ്പോസിറ്റ് ഒരു ജങ്കാർ വരുന്നു, അപ്പുറത്ത് നല്ല ചീന വലകൾ എങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നു. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ജങ്കാർ കയറിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കയറണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഈ എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങി ജൂതപ്പള്ളി കയറി. ജൂതപ്പള്ളി കയറി അവിടെയാണ് വാസ്കോ ഡ ഗാമ പണ്ടടക്കം ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചി കാണാനായിട്ട് ഇറങ്ങി. എന്തുമാത്രം കടകളാണെന്നറിയാവോ. ഒരുപാട് സാധനങ്ങൾ കേട്ടോ. റോഡ് സൈഡിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം നടന്നു. കുലുക്കി സർബത്തിൻ്റെ കടയും അതുണ്ടാക്കുന്ന രീതിയൊക്കെ കണ്ടു. ഒരിത്തിരി അൺഹൈജീനിക്കാണ്, പക്ഷേ കുഴപ്പമില്ല. ഇങ്ങനെയാണല്ലോ നമ്മൾ ഓരോന്നൊക്കെ കാണുന്നു കേൾക്കുന്നു, പക്ഷേ എല്ലാം ഹൈജീനിക്കാണെന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ വല്ലാർപാടത്തിലേക്ക് ചെന്നു. വല്ലാർപാടം പള്ളിയിലോട്ട് ചെന്നു. അവിടെ അന്നേരത്തേക്ക് നല്ല പള്ളിപ്പെരുന്നാളിൻ്റെ മേളമാണ് കേട്ടോ. എനിക്കറിയത്തില്ല എപ്പോഴും ഇങ്ങനെയാണോ, ഒക്ടോബർ മാസമായിട്ടാണോ, ഒരു പെരുന്നാൾ കൂടിയ ഇഫക്റ്റ് കിട്ടി കേട്ടോ എനിക്ക്. അല്ല അടിപൊളിയായിരുന്നു. എന്തുമാത്രം സാധനങ്ങളാണെന്നറിയോ അവിടെയും വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഈ പെരുന്നാളിൻ്റെ സ്നാക്സൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മെറൈൻ ഡ്രൈവിൽ പോയി എന്നാൽ സൺസെറ്റൊക്കെ കണ്ട് വീട്ടിൽ പോകാമെന്ന് കരുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ അവിടുന്ന് ഒരു ബോട്ടിൽ ഒരു ചേട്ടൻ വന്നേച്ച് പറഞ്ഞു, ഞങ്ങളുടെ ബോട്ടിൽ എന്താ പറയുന്നത്, നിങ്ങൾക്ക് കറങ്ങാൻ നല്ല രസമാണ്, നിങ്ങൾ ഇതേ കയറി നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ബോട്ടിലൊക്കെ കയറി കറങ്ങി ഒരുപാട് ഡാൻസും പാട്ടും ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് ആ ഡേ അങ്ങ് തീർന്നു കേട്ടോ.